ബ്രേക്കിംഗ് ന്യൂസുകൾ ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കുന്നു. പിണറായിക്ക് അനുകൂലമായ ബ്രേക്കിംഗ് ന്യൂസുകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾക്ക് പോലും പിണറായിയെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പിണറായിയുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു. പിണറായി നേരിടുന്ന തിരിച്ചടികൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വരുന്ന വാർത്തകൾ പിണറായി താനെടുത്ത നിലപാടുകൾ തെറ്റാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആരാണ് പിണറായിയെ കൊണ്ട് ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ പോലും ഏറ്റവും പ്രബലമായ തിരിച്ചടി തുടങ്ങിയത് സംഘടനാ തലത്തിലാണെങ്കിലും പാർട്ടി തലത്തിലാണെങ്കിലും മന്ത്രിസഭാ തലത്തിലാണെങ്കിലും PM ശ്രീ വിഷയത്തിൽ ഒപ്പിട്ട് കൊടുത്ത് ആരും അറിയാതെ, മന്ത്രിസഭ അറിയാതെ, ഘടകകക്ഷികൾ അറിയാതെ, CPI പോലും അറിയാതെ ഒപ്പിട്ട് കൊടുക്കുകയും ആ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ അംഗീകരിക്കാവുന്ന ഇൻഡയറക്റ്റായിട്ട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അത് ഒപ്പിട്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്, തങ്ങളുടെ ഒപ്പ് സ്വീകാര്യമല്ല, തങ്ങൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് മാറണം എന്ന് ആണ് പിണറായി ഇപ്പോൾ ലേറ്റസ്റ്റ് പൊസിഷൻ എടുക്കുന്നത്. പക്ഷേ ഫലത്തിൽ 2 സംസ്ഥാനങ്ങൾ മാത്രമേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തുള്ളൂ എന്ന് പാർലമെൻറ്റിൽ പറയുകയാണ്. സ്റ്റാലിൻ്റെ തമിഴ്നാടും മമതയുടെ ബംഗാളും. ഈ 2 സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുകയും അതിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിണറായി അവിടെ പാർട്ടിയോട് ആലോചിക്കാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനേക്കാൾ ഗുരുതരമായ തെറ്റ് പാർട്ടിയെയും ഘടകകക്ഷികളെയും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം, പാർട്ടി നേതാക്കളെയെല്ലാം ഇവിടെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഒപ്പിട്ട്. എന്തിനാണ് അത്ര ദാസ്യ വൃത്തിയോടെ പോയി ഒപ്പിടേണ്ടി വന്നത്? എന്തുകൊണ്ട്? അവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നെ PM ശ്രീ വിഷയത്തിൽ അങ്ങനെ ഒപ്പിട്ടു. അതിലും വലിയ തിരിച്ചടി എന്നല്ല, കീഴടങ്ങൾ എന്ന് പറയായിരിക്കും ശരി. അതിലും വലിയ കീഴടങ്ങൾ എവിടെയാണ് ഉണ്ടായത്? വൈസ് ചാൻസലർ നിയമനത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കും പിണറായി വിജയൻ, അല്ലെ ആ മനുഷ്യൻ സ്വയം ഒന്ന് ആലോചിക്കണം. ഈ ഒരു വിഷയത്തിൽ, വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ എന്തുമാത്രം ചോരയൊഴുക്കി, എന്തുമാത്രം പോലീസിനെ ഉപയോഗിക്കേണ്ടി വന്നു, എന്തുമാത്രം ഗവർണറെ തെരുവിൽ തടയാൻ അവസ്ഥയുണ്ടായി. ആ കേസ് നടത്താനായിട്ട് വക്കീലന്മാർക്കും എത്രമാത്രം കാശ് കൊടുത്തു, ആ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാനും അതിൻ്റെ സിറ്റിംഗ് കമ്പേഴ്സിന് വേണ്ടി എത്ര കാശ് കൊടുത്തു, TID ഒക്കെ ഇങ്ങനെ നാട്ടുകാരുടെ കാശ് വീണ്ടും എഴുതി തള്ളി ധൂർത്തടിക്കാൻ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിണറായി അവിടെ ഇരുത്തിക്കൊണ്ട് കുറേ കേസ് നടത്താൻ പറ്റുന്ന സീനിയർ വക്കീലന്മാരുണ്ട്. എത്ര കേസ് വേണേൽ കിട്ടും, പ്രമാദമായ കേസുകൾ കിട്ടും. ഡൽഹി സുപ്രീം കോടതി വരെ വാദിക്കാൻ പോകാം, അവിടെയുള്ള വക്കീലന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ഒന്നൊഴിയാതെ തൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിക്ക് കിട്ടുന്ന രണ്ടാമത്തെ തിരിച്ചടികളിൽ ഒന്നാണ് വൈസ് ചാൻസലർ നിയമനത്തിൽ വീണ്ടും ഒരു കീഴടങ്ങളല്ല. ഇപ്പം നമ്മൾ ചെറു ക്ലാസ്സിലൊക്കെ പിള്ളേരെ ഏത്തയിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ 10 ഏത്തം, 1 ഏത്തം, 100 ഏത്തം എന്ന് പറഞ്ഞ് ഇങ്ങനെ പിണറായിയെ കൊണ്ട് മോഡി എത്ര ഏത്ത ഇടിക്കാനാണ് ഇപ്പോൾ തയ്യാറാകുന്നത്? ആലോചിച്ചോക്കോ. പിണറായി മോഡി പറയുന്നതനുസരിച്ച് ഓരോ പ്രാവശ്യം ഏത്തയിടുകയാണ്. ഇപ്പോൾ 4 5 കഴിഞ്ഞു, ഉടനെ തന്നെ അടുത്ത 4 5 കഴിഞ്ഞു അല്ലേ? പിന്നെ സുപ്രീം കോടതി കേസ് മാറ്റിവെക്കുന്നതിന് ഏത്തയിടുന്നുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ ഏത്തയിടിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ, ഈ മലയാളികളെ മുഴുവൻ അവമാനിക്കാൻ മോഡിക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്നവരാ? ഇവിടുത്തെ CPM അല്ലേ? തിരുത്തണ്ടേ? ഈ നയം തിരുത്താൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇനി വീണ്ടും ഉണ്ട്, അടുത്ത കേസ് വരുന്നു. പ്രമാദമായ ഒരു കേസായിരുന്നു ഇവിടുത്തെ എലപ്പുള്ളി ബ്രൂവറി കേസ്. ഇപ്പോൾ തന്നെ ഡിസ്റ്റിലറി തുടങ്ങണം, ഇപ്പോൾ തന്നെ നാട്ടുകാർക്കെല്ലാം തൊഴിൽ കൊടുക്കണം, ഇപ്പോൾ തന്നെ ആ ഭാഗം മുഴുവൻ മദ്യമൊഴുക്കും. രാജേഷ്, എക്സൈസ് മന്ത്രി രാജേഷ് മുമ്പിൽ നിന്ന് പട നയിച്ചതാണ് പിണറായിക്ക് വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഏറ്റവും അവിടുത്തെ ജനങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ജയിച്ചതാണ്. ഇടതുപക്ഷം ജയിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ വേണേൽ പറയാം, ബ്രൂവറി ഇവിടെ ഞങ്ങൾ മദ്യമൊഴുക്കുന്നതിനെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാം. അങ്ങനെ പറയാതിരുന്ന ഭാഗ്യം. പക്ഷേ കോൺഗ്രസിൻ്റെ ആരോപണം ബ്രൂവറിക്കാരൻ ഇടപെട്ട് മറ്റു തരത്തിൽ സ്വാധീനിച്ചാണ് അവിടെ വോട്ട് പോയിരിക്കുന്നത് എന്നുള്ള ആരോപണം, ഗുരുതരമായ ആരോപണം അവിടെ നിൽപ്പുണ്ട്. ജനങ്ങളുടെ സാധാരണഗതിയിൽ ഉണ്ടാകുമായിരുന്ന ഇലക്ഷൻ വെർഡിക്റ്റിനെ അട്ടിമറിച്ചത് എങ്ങനെയാണ് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്, ആരോപണമായിട്ട് പറയുന്നുണ്ട്. എലപ്പുള്ളി ബ്രൂവറി അത് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിന് കൊടുത്ത അംഗീകാരവും റദ്ദാക്കി. ഇപ്പോൾ ഇവർ ചിരിക്കുന്നുണ്ടാവും. നാളെ ഞങ്ങൾ വീണ്ടും വരുമ്പോൾ, പുതിയ പഞ്ചായത്ത് വരുമ്പോൾ പുതിയ ആപ്ലിക്കേഷൻ മേടിച്ച് പുതിയ ലൈസൻസായിട്ട് കൊടുക്കും, അപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി ആകാം എന്ന് ഇവർ രാജേഷും ബ്രൂവറിക്കാരും വിചാരിക്കുന്നുണ്ടാവും. ഈ ഓരോ സംഭവങ്ങളും കഴിഞ്ഞാണ് ലാസ്റ്റ് വേറെണ്ണം വന്നു. ഇന്ന് വന്ന ഇതിൻ്റെ കൂടെ തന്നെ വൈസ് ചാൻസലറുടെ നിയമം വന്നു. വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ ഗവർണറും ആർലേക്കറും
പിണറായി വിജയനും തമ്മിൽ വലിയ ലോഹ്യമായി. ബിന്ദുവും രാജീവും പോയി കണ്ടിട്ടും തീരാത്ത പ്രശ്നം 1 മണിക്കൂർ ചർച്ച കൊണ്ട് വളരെ ലോഹ്യത്തിൽ ക്രിസ്മസിന് ക്ഷണിക്കാനും പറ്റി. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പിണറായി വിജയനും ഗവർണറുമായിട്ടൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ പ്രശ്നം തീർന്നു. എന്തായിരുന്നു പ്രശ്നം തീർക്കുന്നതിൻ്റെ വ്യവസ്ഥ? ഒന്ന്, അനിൽകുമാർ എന്ന് പറഞ്ഞ രജിസ്ട്രാറെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു DV കോളേജിൽ. അത് അവിടെ അങ്ങനെ സൂത്രപ്പണി കാണിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ തന്നെ അങ്ങനെ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അനിൽകുമാർ തന്നെയാണ് ആ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതിന് പവർ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് അടുത്ത തർക്ക വിഷയം അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാണ്. അയാൾ DV കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് പോയി ജോയിൻ ചെയ്യുകയാണ്. ദേവസ്വം ബോർഡ് കോളേജിൻ്റെ ശാസ്താംകോട്ടയിലെ പ്രിൻസിപ്പളായിട്ടാണ് അദ്ദേഹത്തെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു വിട്ടു. അതും ആർക്ക് ചെയ്യേണ്ടി വന്നു? ഈ വിദ്യാർത്ഥികളെ മുഴുവൻ ആർഷോ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും പാതിരാത്രിക്ക് വരെ തെരുവിൽ നിർത്തി, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തെരുവ് നിർത്തി, ഗവർണർക്കെതിരായി മുദ്രാവാക്യം വിളിപ്പിച്ച്, ഭാരതാംബയ്ക്കെതിരായി മുദ്രാവാക്യം വിളിപ്പിച്ച് പിണറായി വിജയൻ തന്നെ അത് ചെയ്യേണ്ടി വന്നു. ഇവിടെയും പിണറായി വിജയൻ ഏത്തയിടുകയാണ്. ഈ ഏത്തയിടിയിൽ എപ്പോൾ തീരും? ഒന്നിനു പുറകെ ഒന്നായി ഏത്ത വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് വീണ്ടും വരുന്നു. ഈ ബ്രേക്കിംഗ് ന്യൂസുകളുടെ അർത്ഥം എന്തായിരിക്കും അവസാനം? പിണറായി വിജയൻ രാജിവെച്ചു, സ്വമേധയാ രാജിവെച്ചു എന്നുള്ളൊരു ബ്രേക്കിംഗ് ന്യൂസ് കാണുമോ കേരളം? അത് കാണാൻ ആഗ്രഹിക്കുന്നവർ മറ്റ് പാർട്ടികളേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിയിലുണ്ടാവും. സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടാവും അതാഗ്രഹിക്കുന്നവർ. കാരണം ഈ മനുഷ്യനല്ലേ, ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഒന്നും എത്തൂല്ല എന്ന് നന്നായി അറിയാം. ഇപ്പോൾ കണക്കും കൊണ്ട് വരും, പഞ്ചായത്ത് ഇലക്ഷനിലെ കണക്കും കൊണ്ട് വരും. 7 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം 2 മുന്നണികൾ തമ്മിലുള്ളതെന്ന് പറയും. ആ 7 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷേ എന്നാൽ പോലും ഏതെല്ലാം തരത്തിൽ പാർട്ടി ഇതിനെ പിണറായി വിജയന് വേണ്ടി പാർട്ടി ഈ പിണറായി വിജയൻ നടപടികളെ പ്രതിരോധിക്കുമോ? എങ്കിൽ പാർട്ടിയിലും ആളില്ലേ? പാർട്ടിയെല്ലാം കമ്മിറ്റിയെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അതോ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണോ? അതോ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രാഷ്ട്രീയമാണല്ലോ പിണറായി വിജയൻ കളിക്കുന്നത്. യൂട്യൂബുകാർക്കെതിരായിട്ടും അത് തന്നെയല്ലേ കളിക്കുന്നത്. അപ്പോൾ ആ കളിയാണോ ഇനിയും കളിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ കേട്ടത് ശരിയാണെന്ന് അറിയത്തില്ല. പിണറായി വിജയൻ 99 MLA-മാരുടെ യോഗം വിളിച്ചു. വേണമെങ്കിൽ ജയിക്കാവുന്ന 40 സീറ്റുണ്ട്. ഈ 40 സീറ്റ് ജയിക്കാൻ നോക്കണം. അവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അടിയന്തരമായിട്ട് അറിയിക്കണം. അവിടെ ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കാണിയില്ല, നിങ്ങളവിടെ എന്തെല്ലാം ചെയ്യാം. അത്രയ്ക്ക് മാത്രം മുന്നൊരുക്കങ്ങൾ ഇലക്ട്രൽ വിധിയെ വരാനിരിക്കുന്ന ജനങ്ങളുടെ സംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളതിൻ്റെ ചെറിയ പതിപ്പുകൾ കണ്ടതാണ്, മുട്ടടെ കണ്ടതാണല്ലേ. ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കാൻ പോയി. നല്ല സ്ഥാനാർത്ഥിയാണ് വരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പല കേസ്, പോക്സോ ഉൾപ്പെടെ പല കേസുകളും വകുപ്പുകളും ഉണ്ടാവും. വേണമെങ്കിൽ ഇതിനെല്ലാം പിണറായി വിജയൻ അറിയാം. പിന്നെയും പിണറായി വിജയൻ തോറ്റിട്ടില്ലേ? വീണ്ടും തോറ്റതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്. എത്ര ആവേശത്തോടെയാണ് വീരപ്പനെ പിടിക്കാൻ പോയല്ലേ, ശോഭരാജനെ പിടിക്കാൻ പോയല്ലേ, മണിച്ചനെ പിടിക്കാൻ പോയല്ലേ, സുമാരക്കുറുപ്പിനെ പിടിക്കും. അതിനേക്കാൾ ആവേശത്തോടെ അന്വേഷിച്ച് പോയില്ലേ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചോ? അത് പിണറായി വിജയൻ്റെ മൊത്തത്തിലുള്ള പരാജയത്തിൻ്റെ ലക്ഷണമല്ലേ അത്? ഈ സ്റ്റേജിൽ നിന്നും CPM-നെ കരകയറ്റാൻ ആർക്ക് സാധിക്കും? ആരെങ്കിലും ഉണ്ടോ CPM-ന് നേതാവ്? പണ്ട് പറയാമായിരുന്നു, വൃദ്ധനായിരുന്നെങ്കിലും അച്യുതാനന്ദൻ്റെ ഒരു അഭ്യർത്ഥന മലയാളിയോട് നടത്തിയാൽ കുറച്ചൊക്കെ ഫലം കിട്ടുമായിരുന്നു. ഇന്ന് CPM-ന് വേണ്ടി CPM-ൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന, ചെങ്കൊടിയൊക്കെ താഴെ വെച്ചിട്ട് തിരിഞ്ഞ് പുറകോട്ട് നിരാശരായിട്ട് പുറകോട്ട് പോകുന്ന അണികളെ തിരിച്ചു വിളിക്കാൻ ഇന്ന് ആരുമില്ല. CPM-ൽ ആരുമില്ല. ആരാ വിളിക്കാനുള്ളത്? ഗോവിന്ദൻ വിളിച്ചാൽ വരുമോ? പിണറായി വിളിച്ചാൽ വരുമോ? P. ജയരാജൻ വിളിച്ചാൽ വരുമോ? മറ്റേ MV ജയരാജൻ വിളിച്ചാൽ വരുമോ? ഏത് നേതാവുണ്ട്? EP ജയരാജൻ വിളിച്ചാൽ വരുമോ? MA ബേബി വിളിച്ചാൽ വരുമോ? ആരും ഇടതുപക്ഷത്തേക്ക് ആളെ തിരിച്ചു വിളിക്കാനില്ലാതായി. അത്തരം അവസ്ഥയിൽ ഇടതുപക്ഷത്തെ കൊണ്ട് എത്തിച്ചിട്ട് ഇന്ന് പിണറായി വിജയൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് കാണുമ്പോൾ, ജനങ്ങളോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ മനുഷ്യന് എന്ത് പറ്റി എന്ന് അറിയാതെ ചോദിച്ചു പോകുന്നു. നന്ദി, നമസ്കാരം.